മഴ ശക്തമാകുമ്പോൾ കൊല്ലം തേനി ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന പീരുമേട് പാലത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം അകലെ. പാലത്തിന്റെ കൈവരികൾ തകരാറിലായി അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ടതാണ്. പാലത്തിൽ നിന്ന് വെള്ളം സുഗമമായി പുറത്തേക്ക് ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ പ്രധാന കാരണങ്ങളിലൊന്ന്. ദേശീയപാത 183 പീരുമേട് ടൗണിന് സമീപത്തെ പാലത്തിലാണ് മഴ സമയത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്. ഇത് വാഹന യാത്രികരെ ബുദ്ധിമുട്ടിക്കുകയാണ്. വലിയ രീതിയിലാണ് പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാൻ ഒരു സംവിധാനമില്ല. വാഹനം കടന്നു വരുന്ന വഴി സമയത്ത് ഇതുവഴി നടന്നു വരുന്ന യാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നത് പതിവ് സംഭവമാണ്. കൂടാതെ ഇരുചക്ര വാഹന യാത്രികർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. നിരവധി പരാതികളും പ്രതിഷേധങ്ങളും വിഷയത്തിൽ ഉണ്ടായതോടെ മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ഇതുവരെയും തയ്യാറായിട്ടില്ല. കൂടാതെ പാലത്തിന്റെ കൈവരികൾ തകർച്ചയുടെ വക്കിൽ എത്തിയിരിക്കുകയുമാണ്. കൈവരികൾ ബലക്ഷയമായി സിമന്റ് ഉൾപ്പെടെ അടർന്നുപോയി ഏത് നിമിഷവും തകരുന്ന സാഹചര്യത്തിലാണ്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ പീരുമേട് പാലത്തിനോട് അടുത്ത മഴ പെയ്തു പോയാൽ അന്നേരം വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ട് കൂടുമ്പോൾ ഏതെങ്കിലും പൊതുപ്രവർത്തകർ ഇതുപോലെ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് NH-ലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഒന്നും മാന്തിയിട്ട് അങ്ങ് പോകും. നമുക്ക് മാന്തരല്ല ആവശ്യം. നമുക്ക് ഇവിടെ കാൽനടക്കാർക്കും ടൂ വീലറുകാർക്കും സൈക്കിൾ യാത്രക്കാർക്കും എല്ലാം വളരെ ഭംഗിയായി അതിൽ നടന്നു പോകാനും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ വന്ന് മാന്തിയിട്ട് പോകുന്നത് ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഇത് വേണ്ടത് അടിയന്തരമായി ഈ വിഷയത്തിൽ NH-ന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് വേണ്ട ശാശ്വതമായ പരിഹാരമാണ് ഇതിന് കാണേണ്ടത്. കാണുന്നില്ല എങ്കിൽ ഇവിടുത്തെ മുഴുവൻ പൊതുജനങ്ങളെയും കൂട്ടി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കേണ്ടതായി വരുന്നതായി ഈ വിഷയത്തിൽ ഞങ്ങൾ കാണുന്നു. താരതമ്യേന വീതി കുറഞ്ഞ പാലമായതിനാൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രികർക്ക് സൈഡിലേക്ക് വിശ്വസിച്ച് കയറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കൈവരിയിൽ പിടിച്ചാൽ ഇതൊടിഞ്ഞു വീഴും. ദേശീയപാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത്. നിലവിൽ കൈവരിയുടെ സിമന്റ് ഇളകി വാർക്കക്കമ്പി തെളിഞ്ഞു നിൽക്കുകയാണ്. അപകടാവസ്ഥ മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികൃതർ പാലത്തിന് ഇരുവശത്തെയും കൈവരികൾ ബലവത്താക്കുകയും പാലത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് സുഗമമായി ഒഴുകാൻ സംവിധാനം ഒരുക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത്.